ഇത് നമ്മുടെ നാട്ടിലുള്ളൊരു കുട്ടിയല്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ ക്ലബിന്റെ ഒരു പിന്നെ നമ്മളാണ് ഇതുണ്ടെങ്കിൽ അത് ഇവിടെ നടത്തണ്ട കേട്ടോ. പറയുന്നത് മനസ്സിലാക്കി. ഞങ്ങൾക്ക് ഈ കുട്ടി അതിൽ ഇവിടെ നിന്ന് പാടി ആരും അറിയില്ല. ഇവിടെ വന്ന് ചാൻസ് ചോദിക്കുമ്പോൾ സംഘാടകരുടെ ഒരാൾ ഞങ്ങളൊരു കുട്ടി ഉള്ളായിരുന്നു. ആ കുട്ടിയെ നമ്മുടെ പരിപാടി നമ്മുടെ ഒരു പാട്ട് പാടിപ്പിച്ചു. മിക്ക നാട്ടിലുണ്ടാവും ഇതേപോലെ ഒരു കുളം കലക്കി. ഏത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ മെയിനായിട്ട്, അതായത് കല്യാണരാമനിലെ നമ്മുടെ ദിലീപിനെ പോലെ അതായത് കല്യാണ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കല്യാണച്ചക്കനാവണം, മരണ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മരിച്ചു കിടക്കണം എന്നൊക്കെ പറയുന്ന പോലുള്ള 1-2 ടീം ഉണ്ടാവാറുണ്ട് സാധാരണ മിക്ക നാടുകളിലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചങ്ങായിയാണ് ഇത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അവരുടെ ഒരു ക്ലബിൻ്റെ പരിപാടി നടക്കണം. ആ പരിപാടി നടക്കുമ്പം സാധാരണയാണ് ഇപ്പോൾ ഒരു ഗാനമേളയൊക്കെ ഉള്ളപ്പം ആ നാട്ടുകാരോ അല്ലെങ്കിൽ ഇതേപോലെ പാട്ട് പാടാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരാൾ വന്നിട്ട് കമ്മിറ്റിക്കാരോട് ചോദിക്കും, ഞാൻ ഒരു പാട്ട് പാടിക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ പാട്ട് പാടിയിട്ട് ഈ ചങ്ങായിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നു പുള്ളീനോട് ചോദിക്കാത്തത് കൊണ്ടാണോ ഇഷ്ടപ്പെടാത്തതെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പം കമ്മിറ്റിക്കാരോട് തന്നെ ചോദിച്ചിട്ടാണ് പാടിയതെന്ന് ഈ പറയുന്ന ഗാനമേളക്കാർ പറഞ്ഞിട്ട് പോലും ചങ്ങായിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. അങ്ങനെ ചങ്ങായി അവിടെ വന്നിട്ട് കടന്ന് അലമ്പാക്കുന്ന ഒരു പരിപാടിയാണ്. നിങ്ങൾ ആ പരിപാടി മൊത്തത്തിലൊന്ന് കണ്ടു നോക്ക്. ഒത്തിരി സമയത്ത് പറയുന്ന കേക്ക്, സവാന്റെ കേക്ക്, ഇതിന് പ്രതിവിധി ഉണ്ടല്ലോ. ധാരാളം സമയത്ത് കുട്ടി ഇവിടെ നിൽക്കുകയാണ്, ഞങ്ങൾ പാടിക്കാതിരിക്കുകയാണ്. അപ്പോ അതുകൊണ്ട് എനിക്ക് പൈസ എണ്ണിക്കൊണ്ട് തന്ന അദ്ദേഹമാണ് പറഞ്ഞത്, അറിയാമെങ്കിൽ ഒരു പാട്ട് പാടിച്ചോളാൻ പറഞ്ഞത്. ദാണ്ടെ ആ റെഡ് ഷർട്ട് നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു കുട്ടിയല്ല ഇത്. ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏതാ കുട്ടി? ആദ്യമായിട്ട് കാണുന്നതാണ് ഈ കുട്ടിയെ. നിങ്ങൾക്കറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഡയലോഗ് അടിക്കണ്ട. ആരാ കുട്ടിയാ? ആരാ? പ്രസാദേ നീ ആരാ? ഏത് കുട്ടിയത്? ആരാ? അതിന് പെർമിഷൻ കൊടുത്ത ആരാ? ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ പെർമിഷൻ കൊടുക്കാതെ നിങ്ങളുടെ പെർമിഷൻ കൊടുക്കാന്നോ? ഈ നാട്ടിലെ കുട്ടിയാന്ന് പറഞ്ഞ് വന്ന് പാടിയതുകൊണ്ടാണ് പെർമിഷൻ കൊടുത്തത്. ഞങ്ങൾ കൊടുത്തത് ഇവിടുത്തെ നാട്ടുകാരാണ്. അവര് വന്ന് പറഞ്ഞതിനെ കൊണ്ട് ചുവന്ന ഷർട്ട് ചേട്ടമെന്ന് പറഞ്ഞുകൊണ്ടാണ് പാട്ട് കൊടുത്തത്. പറഞ്ഞതിനെ കൊണ്ടാണ് കൊടുത്തത്. ആ അതെ ആ. ഇത് നമ്മുടെ നാട്ടിലുള്ളൊരു കുട്ടിയല്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ ക്ലബിന്റെ ഒരു പിന്നെ നമ്മളാണ് ഇതുണ്ടെങ്കിൽ അത് ഇവിടെ നടത്തണ്ട കേട്ടോ. പറയുന്നത് മനസ്സിലാക്കി. ഞങ്ങൾക്ക് ഈ കുട്ടി അതിൽ ഇവിടെ നിന്ന് പാടി ആരും അറിയില്ല. ഇവിടെ വന്ന് ചാൻസ് ചോദിക്കുമ്പോൾ സംഘാടകരുടെ ഒരാൾ ഞങ്ങളൊരു കുട്ടി ഉള്ളായിരുന്നു. ആ കുട്ടിയെ നമ്മുടെ പരിപാടി നമ്മുടെ ഒരു പാട്ട് പാടിപ്പിച്ചു. പിന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, ആ പുള്ളിക്കാരൻ നമ്മളൊരു പാട്ട് പാടിക്കാൻ ഒരു അവസരം കൊടുത്തു. ഈ കുട്ടിയെ ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതേ കുട്ടി മോളെ പേരെന്തോ? ഗായത്രി. വീട്ടുപേരെന്തോ? എവിടെ? വീട്ടുപേരെന്തോ? എവിടെ? ആ ഓക്കെ, ശരി ശരി, ഓക്കെ. എവിടെ? ചെരുവിളക്കുത്തൻ വീട്ടില്. ക്ലബുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് അവസരം കൊടുത്തത്? ഇത്രയും സമയം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ സംഘാടകർ വിട്ട അദ്ദേഹമാണ് പൈസ തന്ന ആളാണ് ഒന്ന് പറഞ്ഞത് പാടിച്ചോളാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ക്ഷേത്രത്തിൽ ആർക്ക് ബന്ധമില്ലെന്നാ? സാറേ, ഒരു പാട്ടല്ലേ പാടി, അതങ്ങ് വിട്ടുകളാ. അതെന്ത് ക്ഷമ കഴിക്കും, അതിന് ക്ഷമ കഴിക്കാം. ഒരു കുട്ടി ഒരു ആഗ്രഹത്തിന് പാടിയതല്ലേ, ക്ഷമിക്ക് ദൈവം. മാപ്പുക, ഞങ്ങൾ ക്ഷമിക്കുകയാണ്, ക്ഷമ ചോദിക്കുകയാണ്. അല്ല, ക്ഷമ ചോദിക്കുകയാണ് ദൈവം. ഒരു പാട്ടല്ലേ, ഒരു 5 മിനിറ്റത്തെ കേസല്ലേ. വിട്ടുകളാ നാട്ടുകാർക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ കൊടുക്കാതെ ആരെയും കൊണ്ട് പാടിക്കണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ തടയണം. ഈ നാട്ടുകാരെ കൊണ്ട് പാടിപ്പിക്കും. നിങ്ങൾ ഫസ്റ്റിലെ തടഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ ആരെയും കൊണ്ട് പാടിപ്പിക്കത്തില്ല. നിങ്ങൾ തന്നെയാണ് അവസരം കൊടുത്തത്, നിങ്ങൾ തന്നെയാണ് പാടിപ്പിച്ചതും. അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത പാട്ട് വേണമെങ്കിൽ ഞങ്ങൾ എങ്ങനെയുണ്ട്? അതായത് നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ ഇതേപോലെ പാട്ട് പാടാൻ ആഗ്രഹമായിട്ടൊരു പെൺകുട്ടി വന്നു. ഓക്കെ, വരുന്ന സമയത്ത് ഇവർക്ക് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഓക്കെ മോളെ പറ്റൂല, നിങ്ങൾ പാട്ട് പാടാനൊന്നും പറ്റൂല, നമുക്ക് അതിനുള്ള സമയമൊന്നുമില്ല, 11 മണിക്ക് മുമ്പ് പരിപാടി തീർക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ഒഴിവാക്കാം. പക്ഷേ പാട്ട് പാടിയതിന് ശേഷം ആ സ്റ്റേജിൽ വെച്ച് ആ പെൺകുട്ടീനെ അവിടെ നിർത്തിക്കൊണ്ട് ഇങ്ങനെ നാണം കെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇതെന്ത് ഇയാൾക്കൊന്നും തലയ്ക്കകത്ത് എന്താ പറയുക, തലയ്ക്കകത്ത് ബോധമില്ലേ? എമ്മാതിരി ഡയലോഗല്ലേ അടിക്കുന്നത്. ഞാൻ ഈ നാട്ടിൽ ഭയങ്കരമാണ്, ഞാൻ ക്ലബിൻ്റെ അതാണ് ഇതാണ്. അപ്പോൾ ആ ക്ലബിൻ്റെ ഏതോ ഒരു ചങ്ങായി തന്നെയാണ് പാടാൻ വേണ്ടി പറഞ്ഞ് ആ കുട്ടി പാടിയത്.
അപ്പോൾ പാട്ട് പാടി കഴിഞ്ഞപ്പോഴത്തേക്കും ചങ്ങായിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പാട്ട് ഇഷ്ടപ്പെടാനായിട്ടാണോ ഇനി ആളെ ഇഷ്ടപ്പെടാനായിട്ടാണോ, ആള് ഇത് നമ്മളറിയാത്തൊരു കുട്ടിയാണല്ലോ എന്നും പറഞ്ഞിട്ട് ഡയലോഗ്. സംഭവം ശരിയാണ്. ചിലപ്പോൾ അവർ നടത്തുന്ന ഒരു പരിപാടി, ആ പരിപാടി പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് പാടുന്നത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലായിരിക്കും. അതൊക്കെ സമ്മതിച്ച് ചിലപ്പം ഇന്ന സമയത്തിനുള്ളിൽ പരിപാടി തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടി അവിടെ പാടുന്നതിന് മുമ്പ് തന്നെ വന്നിട്ട് പറയണം, അയ്യോ പാടാൻ പറ്റില്ല കേട്ടോ കുട്ടാ, ഇത് കുറച്ച് സീനാണ്, കുറച്ച് സമയം എടുക്കും ഈ പരിപാടി തീരാൻ, അതുകൊണ്ട് ഇങ്ങനെ പുറത്തുനിന്ന് ആളുകളെ കൊണ്ട് പാടിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇത് പാട്ടും പാടി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഇമ്മാതിരി ഷോ ഇറക്കുന്ന കാണുമ്പോഴാണ് ചൊറിഞ്ഞു വരുന്നത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പരിപാടി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷോ അവിടെ നടക്കുന്ന സമയത്ത്, ഇയാളുടെ ഷോ അവിടെ നടക്കുന്ന സമയത്ത് കാണികൾ ഇതൊന്നും ഇടപെടുന്നില്ല. 1-2 പേര് വന്നിട്ട് എന്തോ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്താ പറയുക, ഇതേപോലുള്ള മെയിനാവാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവന്മാരെ പോലുള്ളവന്മാരെയൊക്കെ എന്തെങ്കിലും ഇതേപോലുള്ള കേസൊക്കെ വരുന്ന സമയത്ത് നാട്ടുകാരിടപെട്ട് ഇതാക്കാറുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും കാണുന്നില്ല. എന്താണോ, ചിലപ്പം സ്ഥലത്തെ പ്രധാന പയ്യനായിരിക്കും, അല്ലെങ്കിൽ സ്ഥലത്തെ പ്രധാന ടീമായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ആ പെൺകുട്ടീനെ ആ സ്റ്റേജിൽ വിളിച്ച് വരുത്തി നിർത്തി അപമാനിച്ച്, അത് പേരും അഡ്രസ്സും ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് അപമാനിക്കുന്നത് എന്ത് ടീമടെ ഇതൊക്കെ. ഇതും കണ്ടുകൊണ്ട് കുറേ ടീം അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവസാനമാകുമ്പം നാട്ടുകാർ ഇടപെടുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് നൈസായിട്ട് ചങ്ങായി അവിടെ നിന്ന് ഊരിപ്പോകുന്നത്. എന്തായാലും ഇതിൻ്റെ സംഘാടക സമിതിയിലുണ്ടായിരുന്ന ആ ചങ്ങായിനെയാണ് ഫസ്റ്റ് സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കേണ്ടത്. നിങ്ങൾ പാടാൻ വേണ്ടി പറഞ്ഞാ എന്ന് ചോദിക്കണം. അല്ലാതെ ഈ പെൺകുട്ടീനെ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? എന്തായാലും ഗാനമേള ടീമുകാർ നൈസായിട്ട് ആ പരിപാടി ഡീൽ ചെയ്തിട്ടുണ്ട്. കാരണം അവർ മാപ്പ് പറയണമെങ്കിൽ മാപ്പ് പറയാമെന്ന് പറഞ്ഞു. കാരണം അവർക്ക് പൈസ കൊടുത്തത് ആരാണോ അവർ പറഞ്ഞു പാടിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ പെൺകുട്ടീനെ കൊണ്ട് അവർ പാടിപ്പിച്ചത്. ഇനിയിപ്പോൾ അതിൽ തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ പരിപാടി കുളവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അത് മാപ്പ് പറയാനും അവർ തയ്യാറായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ വെള്ളയിട്ട ചേട്ടന് അതൊന്നും പറയാം. എന്തോ ഒരു സുഖം. ആഹാ, ഒരാൾ വന്ന് പാട്ട് പാടി അവരെ സ്റ്റേജിൽ നിർത്തി അപമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊരു കുളിർമ. അപ്പോൾ പുള്ളിക്ക് ആളുകളുടെ മുമ്പിൽ കുറച്ച് സെറ്റാവണം. അതായത് ഞാനാണ് ഇവിടുത്തെ മെയിൻ ടീം, അപ്പം എന്നോട് ചോദിക്കാണ്ട് ഇവിടെ ഒരു ഈച്ചക്കുഞ്ഞ് പോലും പാറാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു സെറ്റപ്പില്ലേ. മിക്ക നാട്ടിലും ഉണ്ടാവും. എല്ലാ നാട്ടിലും അല്ല, മിക്ക നാട്ടിലും ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് ഇതേപോലെ കുറേ ടീം വരും. അതായത് ഞാനാണ് ഇവിടുത്തെ മെയിൻ ടീം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റുകൾ കണ്ടിട്ട് എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് ഈ വീഡിയോൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറയുന്നതും ഇത് തന്നെയാണ്. അതായത് പാട്ട് പാടിയതിന് ശേഷം ആ കുട്ടീനെ ഇതേപോലെ വന്ന് വെറുതെ നാണം കെടുത്തുണ്ടായിരുന്നു എന്നാണ്. ഇനിയിപ്പോൾ നാളെ ഇതേ കുട്ടി കുറച്ച് പാട്ടൊന്നും കേട്ടിട്ടില്ല കേട്ടോ. അതായത് ഈ പെൺകുട്ടീൻ്റെ പാട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല, പാട്ട് എങ്ങനെ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഓക്കെ, എന്നിരുന്നാലും ഇപ്പോൾ കുറച്ച് നാളെല്ലാം കഴിഞ്ഞ് പെൺകുട്ടി വല്ല ഇങ്ങറൊക്കെ ആയിട്ട് സിനിമയിലൊക്കെ പാട്ട് പാടിയിട്ട് അവസാനം ഇതേ ക്ലബിൽ ഇവർ ഗാനമേളയ്ക്ക് വിളിച്ചിട്ട് കൊണ്ടുവരണം. അപ്പോഴാണ് രസം. അപ്പം ഇവരുടെ എല്ലാം മുമ്പിൽ വെച്ചിട്ട് തന്നെ ഈ പെൺകുട്ടി പറയുന്ന ആ ഒരു സീൻ ഒന്ന് ആലോചിക്കാം. അത് മാസ് സീനായിരിക്കും, സിനിമയിലൊക്കെ കാണുന്ന പോലെ. അപ്പോൾ ഇതേപോലെ നാട്ടിലുള്ള കുറേ ടീമുകൾ ഒരു കാര്യമില്ലാണ്ട് വന്നിട്ട് അലമ്പാക്കാൻ വേണ്ടിയിട്ട്, ഇത് പരിപാടി അലമ്പാക്കാനാണോ അതോ 4 ആളുകളുടെ മുമ്പിൽ മെയിൻ ആവാനാണോ എന്നറിഞ്ഞുകൂടാ. എന്തായാലും ചെയ്തത് ഒരുമാതിരി വൃത്തികേടായിപ്പോയി. അപ്പോൾ വേറൊന്നുമല്ല, പെൺകുട്ടീനെ എങ്ങനെ നാണം കെടുത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടം, അവരുടെ ക്ലബിൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ അവരുടെ കമ്മിറ്റിക്കാരുടെ ഇഷ്ടം, പാട്ട് പാടിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. അപ്പോൾ പാട്ട് പാടിയതിന് ശേഷവും പെൺകുട്ടീൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തത് വളരെ മോശമായിപ്പോയി. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഒന്ന് നിങ്ങളെയും കൂടെ കാണിക്കണം എന്നെനിക്ക് തോന്നി. അപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം. നമ്മുടെ നാട്ടിലുള്ള ഇമാതിരി മെയിൻ കളിക്കുന്ന ടീമുകൾക്കെതിരെ ആവട്ടെ നിങ്ങളുടെ ഓരോ കമൻറ്റുകളും.